കണ്ണാപ്പി ഞാൻ ചുമ്മാ പറഞ്ഞാട്ടാടാ. എനിക്കതൊന്നൊരു വിഷയമില്ലടാ ഇറ്റാച്ചി, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലടാ, എനിക്കതൊരു വിഷയമില്ലടാ. യഥാർത്ഥത്തിൽ ഫീലാടാ കണ്ണാപ്പി വണ്ടി ഓ കൊള്ളൂല. ഇല്ലണ്ണ നമ്മളെ ഈ ലോഞ്ച് ചെയ്ത സമയത്താണ് എല്ലാരും ഒരുമാതിരി പറഞ്ഞപ്പോ എനിക്ക് ഒരുമാതിരി എത്ര ഉള്ളു. അത് കഴിഞ്ഞിട്ട് ആരാണ് പറഞ്ഞത്? സിറ്റിയിൽ ആരേലും? ഇനി സിറ്റിയിലെ എല്ലാരും ഒരുത്തരും ഞാൻ സമാധാനം കൊടുക്കൂലണ്ണ. ഞാൻ എല്ലാ ഗ്യാങ്കാരും വിളിച്ചു, അയപ്പൊന്നും കൊടുത്തില്ലണ്ണ. ഇത് കിടില വണ്ടിയാ, ഇത് വിഷയാന്ന് പറഞ്ഞ. ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഓടി നടന്ന് നാട്ടുകാരെ മൊത്തം വിളിക്കുന്നു ഇന്ന് വണ്ടി ലോഞ്ച്. അപ്പൊ ഞാൻ കണ്ണാപ്പി വരുമ്പോ വല്ല ഊമ്പിയ വണ്ടി വരല്ല ലോഞ്ച് ചെയ്താൽ കണ്ണാപ്പി കുളം മാറും. ഇത്ര ഹൈപ്പ് ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടണമെങ്കിൽ എന്തേലും വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേലും ഉണ്ടാന്നാ, ഇങ്ങനെയല്ല പറഞ്ഞ ഡയലോഗ്. ചന്ദ്രു ഉണ്ടാന്നാ ആചാന ഭാഗ സാധനം ഞാൻ ഇറക്കി വെക്കും. എടാ നീ എന്നാ അങ്ങനെ പറയണം. ചന്ദ്രു കുഴപ്പമില്ലാത്തൊരു ഒരു അത്യാവശ്യം കിടില വണ്ടിയെന്ന്. സിറ്റിയിൽ ഇതുവരെ ആരും കാണാത്ത ഒരുത്തനും വാങ്ങിക്കാൻ പറ്റാത്തൊരു വണ്ടിയെന്ന്. ആർക്കും കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അത് പോട്ടെ, 2 മണിക്കൂർ നമ്മൾ ഇരുത്തിച്ച നിന്റെ വണ്ടി. അത് ചന്ദ്രന്റെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെ പറയുള്ളൂ, ബാക്കിയുള്ള എല്ലാരും ഇൻവൈറ്റ് ചെയ്തുള്ളൂ. എന്റെ ഒരു വണ്ടി ലോഞ്ച് ഉണ്ട്, എല്ലാരും പറഞ്ഞോന്ന്. എന്നിട്ട് ഈ വണ്ടി വരുന്നതിന് മുമ്പേ ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോ ബാക്കിയുള്ള എല്ലാം ചന്ദ്രന്റെ കൂടെ ഒന്ന് പിടിക്കുക. ഉണ്ടല്ലോ കുണ്ണ, ഈ കുണ്ണാണ് ആദ്യം പറഞ്ഞത് അയ്യ തീട്ടക്കണ്ടി വന്നത്. എന്റെ പിഒ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. വാക്കിനങ്ങണ്ട് തിരിച്ചു വേണ്ട, കാറ് കണ്ട വാക്കിന് തിരിച്ചു. വണ്ടി ആകാശത്ത് പൊട്ടി വീഴും. അപ്പൊ തന്നെ ഞാൻ മിണ്ടാന്നിട്ട് ഞാൻ ബസ് ഇറക്കുന്നത് പറ വണ്ടി എന്തിനു പറയാനുണ്ടാ ഇപ്പൊ? അണ്ണ പോട്ട് അണ്ണ എല്ലാം പോട്ട് അണ്ണ എല്ലാം പോട്ട്. നമ്മള് നെഗറ്റീവ് അടിച്ച ആ തമ്പിയേട്ടൻ വന്നു, ഇവന്റെ കൂടെയുള്ള തമ്പിയേട്ടല്ലേ അങ്ങനെ വിളിച്ചു ചേച്ചി. അപ്പൊ അങ്ങനെ പറഞ്ഞെന്താ ഇവനോട് കണ്ണപ്പിടേക്ക് അങ്ങനെ എന്തിനാ പറഞ്ഞത്? ഇത് വണ്ടിയാണ് വണ്ടി. എടാ അങ്ങനെയൊക്കെ പറഞ്ഞേ. ബാക്കിയുള്ളവരെ എനിക്കങ്ങ് മേടിച്ചതല്ല അന്ത്രു, എല്ലാത്തിന്റെ വായിരിക്കുന്നത് ഞാൻ കേട്ടു. കണ്ണാപ്പേരായിട്ട് നമ്മള് എസ്ആർക്കെ ഡൂപ്പ് വരെ ഇറക്കി നാട്ടുകാർ ഒച്ചപ്പാടാക്കി അറിയാ. 2 മണിക്കൂർ അണ്ണ 2 മണിക്കൂർ പലേട്ടോ അന്നേരം നമ്മളെ ആൾക്കാരെ, അതായത് ഇവന്റെ പരിപാടി പറഞ്ഞ ആൾക്കാർ ഇത്ര ആൾക്കാർ വന്നിരിക്കല്ലേ, ഇവര് എന്താണ് ഇത് എപ്പോ ലോഞ്ച് നടക്കും, ഇത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും അങ്ങ്. അപ്പൊ നമ്മളാണ് പറയണ്ടേ ഇതിന്റെ, മനസ്സിലായില്ലേ? ചോദ്യം നിങ്ങളുണ്ടല്ലേ? അവസാനം എസ്ആർക്കെ ഡൂപ്പ് വരെ ഇറക്കി നമ്മള്. എസ്ആർക്കെ കണ്ണാപ്പി ഡ്രസ്സൊക്കെ ഇട്ട് ഇറക്കി. എന്തിനു പറയാൻ? ആദ്യമായിട്ടുള്ള ഒരു വണ്ടി ആദ്യമായിട്ടുള്ള എത്ര നാൾക്ക് ശേഷമാണ് ഒരു പ്രീമിയത്തിന്റെ ഒരു കസ്റ്റം വണ്ടിയായിട്ട് ഞാൻ ഇറക്കുന്നത്. അതൊരു വണ്ടി പണി. നീ നാട്ടിൽ നമ്മൾ നല്ല സൗഹൃദ ബന്ധത്തിലാണ് പോണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ നാട്ടിൽ അത്ര ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആൾക്ക് നീ സീനില്ല. പക്ഷെ ഞാൻ അവിടെ കളിയാക്കി എല്ലാണത്തിനും നോട്ടി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാണത്തിനും ഇതിന് പേഴ്സണലാണ്. സമാധാനം കൊടുക്കൂല. അവിടെ കിടന്ന് കൂയമാർക്കൊന്നും ഞാൻ സിറ്റിയില് ഈ വണ്ടി വെച്ച് ഞാൻ പറയാൻ ഇതാക്കും. നീ വന്നില്ലല്ലോടാ ലോഞ്ചിന്, നീ വരാന്നൊക്കെ പറഞ്ഞെ പറ്റിച്ചില്ലടാ. സുൽഫി ബ്രോ താങ്ക് യു ഫോർ ദ 555 rupees super Google Pay. Thank you so much. സുൽഫി ബ്രോ വെൽക്കം ടു സ്ട്രീം. സുൽഫി ബ്രോ എല്ലാരും ഒരുമാതിരിയായിരുന്നു. കുഴപ്പമില്ല. കാർ ലോഞ്ച് ആവാൻ പറഞ്ഞാൽ നിൽക്കേണ്ട. ഞാൻ ഇനി ആരും നോക്കുന്നില്ല, ഇനി എന്റെ സന്തോഷത്തിന് എങ്ങനെ. പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ സ്വന്തം സന്തോഷം നോക്കി തന്നെ നടന്നിട്ടുള്ളത്. അതൊക്കെ ആടാനൊക്കെ ഇറക്കാം അതിന്റെ ഇടയിൽ. സ്വന്തം സന്തോഷത്തിന് വണ്ടിയുടെ കാര്യം പറയുമ്പോൾ എന്റെ ഇടയിൽ കൂടെ മറ്റേ കുണ്ടത്തരൊക്കെ സെന്റിമെന്റ്സ് ഇറക്കാതെ, കുണ്ട സെന്റിമെന്റ്സ് ഇറക്കാതെ, ആവശ്യമുള്ള സെന്റിമെന്റ്സ് ഇറക്കും. എന്റെ സ്വന്തം കാര്യം അല്ലല്ലേ ബാക്കിയുള്ളവർ തന്നെ ഇവിടെ അപ്പോഴും വന്ന വാക്കിന് എല്ലു വണ്ടിന്ന് അണ്ണ ഇതിപ്പത്തെ ട്രെൻഡ് ഇതാണ്. എല്ല് വണ്ടി
ആ എൽ വണ്ടി സൈക്കിളിൽ പോണവന്മാർക്കൊക്കെ എല്ലാം വണ്ടി കിടക്കാം, മനസ്സിലായില്ലേ? വണ്ടി ഇല്ല, അവനൊക്കെയാണ് കളിയാക്കുന്നത്. മദാരയുടെ ഒരു വണ്ടി പോലും ഇല്ല. പൈവമില്ലാത്തവരെ കളിയാക്കുന്നുണ്ട് തന്നെ. മദാരയുടെ സ്ഥിതിയിൽ വണ്ടി ഉണ്ടാടാ. എന്നെ 15 കോടിയുടെ ബൈക്ക് വരെ ഉണ്ട്. അതുകൊണ്ട് നമ്മളതിന്റെ ദൈവം തുടിക്കണോ കുട്ടച്ചി. ഇവന്റെ ഇത് കാണുന്ന ആൾക്കാരെ നോക്കിയോണേ. 3 ബസ്സിലാ. അത് 3 ബസ്സൊന്നല്ല വെയിറ്റ്. ബേബി ക്രാഡില് കളിയാക്കല്ലേ സ്ക്രീൻ കാണുന്നില്ല. ഇത് ബാക്കിൽ കാണിക്കല്ലോ ഞാൻ. ഇതെന്താ ഈ ബസ്സിനകത്തൊക്കെ ഫുൾ ആൾക്കാരോ? അല്ലാണ്ട് പുറകിലോട്ട് റാലിക്ക് പോടാ. ഈ വണ്ടിയെല്ലാം ഫില്ല് റാലിക്കുന്ന ഇവിടെയൊക്കെ വെച്ച് കാര്യം പറഞ്ഞ വരുന്നവരൊക്കെ വരാൻ പറഞ്ഞ അതിനകത്ത് ബസ്സൊക്കെ വിളിച്ച് കൂട്ടി ആളെ വിളിച്ച് കൂട്ടണ വരുന്നതാ. ബസ്സൊന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ലണ്ടാ, ഞാൻ വരാനേ പറഞ്ഞിട്ടില്ല. നമുക്ക് ആൾക്കാരും ബഹളവും സീനായിരുന്നു. പക്ഷെ എന്തൊക്കെ കാണണം. ഇന്ന് ലേറ്റ് നൈറ്റ് ടൈം ഉണ്ടാവോ സംതിങ്. ആ ലേറ്റ് നൈറ്റ് ഉണ്ട്. ഇപ്പഴേ ലേറ്റ് നൈറ്റ് ആണ് നമ്മള് ആയല്ലോ ഓൾറെഡി. ലേറ്റ് ഇപ്പഴേ ലേറ്റ് ആയിട്ടാണ്. HF ഒക്കെ വന്നെന്ന് പറഞ്ഞ് എല്ലാ ഗാങ്ങിനെയും വിളിച്ച് ആകെ വിളിക്കാത്തത് AKM എങ്ങനെയുണ്ടായിരുന്നു കണ്ണാപ്പിന്റെ വണ്ടി? എന്ത് വണ്ടിയാ അത്? എടാ ഇത് ഞാൻ പറയട്ടെ മുച്ചിരിയുടെ നീ ഇന്നലെ ഇവിടെ വണ്ടി മേടിച്ച് തോറ്റേന്റെ വിഷമമാണ് നിനക്ക്. അത് സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലായി. അത് നീ പറയണ്ട. നീ ഇന്നലെ വണ്ടി വേണ്ട തോറ്റേന്റെ എല്ലാരും വിളിച്ചത് റേഡിയോയില്. 1v1 തോറ്റേന്റെ വിഷമമാണ്. അത് മനഃപൂർവ്വം കളിയാക്കിണ്ടാ. ഇവ കളിയാക്കുന്ന അങ്ങനെ ഉണ്ടാതി. ഇവ ഇന്നലെ 1v1 തോറ്റേന്റെ വിഷമം. എടാ പോടാ, നീ മറ്റേ നിന്റെ വണ്ടി വേണ്ട എയിം തെളിയിക്കാനായിട്ട് ദിവസം മറ്റേ പെമ്പിള്ളേരെ വിളിച്ച് പാച്ചൂസിനെ വിളിച്ച് വണ്ടി വേണ്ടി വിളിച്ച് കളിച്ചാടാ നീ മുച്ചിരി. തോറ്റിരുന്നില്ല. വെൽക്കം. ഒരു സെക്കൻഡ്. എന്തിനാണ് എഫ്ഐആർ അടിച്ചത്? എന്തൊരു പരിപാടി ഇനിയാണ്? ഞാൻ ഇറങ്ങോടാ, ഞാൻ പോയില്ല കഴിക്കട്ടെ. ഞാൻ സിറ്റി കാണാം. ഞാൻ ഇത് കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് മോട്ടറിൽ അടിച്ചാന്ന് ഇത്തിരി വിഷയമായിരുന്നു നമ്മള്. വിഷയമായിരുന്നു. വളിക്ക് വിളി വെക്കുന്നവരാണ്, മനസ്സിലായി? ഇല്ല അണ്ണാ, അതുകൊണ്ട് എല്ലാവരും അറിയാം. ഇല്ലണ്ടാ, ഞാൻ വിപ്സിയുടെ എന്റെ ലൈവ് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ദിവസമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാലും അങ്ങ് പറയണം കേട്ടോ. ഇല്ലണ്ടാ അണ്ണാ, ഞാൻ ഉണ്ടായിരുന്നണ്ടാ. നിങ്ങള് കളിച്ച് അടിച്ചതും എല്ലാം ഞാൻ ഉണ്ടായിരുന്ന. കള്ളൻ. ശരി, ലാസ്റ്റ് മാച്ച് എത്ര പോയിന്റ് ആയിരുന്നു? എത്ര പോയിന്റ് ഇതായിരുന്നു? 1 പോയിന്റ്. ഒരു പോയിന്റ് മതിയായിരുന്നു. ശരിയാണ്. ഇവിടെ ഇവിടെ ആയിട്ടില്ലേ? അപ്പൊ പോയിട്ട് വരാണ്. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പോയിട്ട് വന്നിട്ട് വരാന്ന്. പോയിട്ട് സത്യം പറ കോൺ ചെയ്യാൻ പോവല്ലേ? 2 മണിക്കൂർ സൊള്ളാൻ പോവല്ലേ? മനസ്സിലായി. പയ്യെ പോയി കോളൊക്കെ ചെയ്ത് കഥയൊക്കെ പറഞ്ഞിട്ട് വാ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടേ. സിറ്റി വന്ന കേട്ടോ. നീ സിറ്റിയിലുണ്ടാ? ഞാൻ സിറ്റി കയറാം. ഓ, കാറിട്ടുണ്ടെന്ന് 2 വള്ളി അത് വെച്ച് എടുക്കണമല്ലേ? അങ്ങനെ നിർബന്ധം അല്ലടാ, ഇത്ര പറഞ്ഞിട്ട് വണ്ടി ഇറക്കാൻ സിറ്റി ഫുള്ള് വന്നില്ലേ? അതൊക്കെ അത്ര ഉള്ളൂറാ. സൂര്യ ബ്രോ, താങ്ക് യു സോ മച്ച്. 50 rupees സൂപ്പർ ചാറ്റ്. നമ്മള് വിളിച്ചപ്പോഴത്തേക്ക് ഒരു പരിപാടിക്ക് മനസ്സിലായില്ലേ? ഇത്രയും പേര് വന്നില്ലേ? അതല്ലേടാ നമ്മളെ വിളിച്ചപ്പം ഞാൻ വള്ളി എടുക്കണില്ല. ഇവർക്കൊക്കെ എന്നെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. അതുള്ള കാര്യം പറയാം. സ്നേഹമൊന്നുമല്ല, കൈ കിട്ടുന്നതിന്റെ നിന്നെ വാക്കറി കിട്ടാതിരിക്കുക. ഇന്ന് അവരെല്ലാരും കൊറേവരൊക്കെ ആഘോഷിച്ചണ്ണ. നല്ലൊരു ഇടവേളയിൽ ഇരുട്ടിന്റെ മറവിന് കിട്ടിയാ തീർക്കും. കൊള്ളാങ്കിലും കൊറേയൊക്കെ കുറ്റപ്പെടുത്തി. കുഴപ്പമില്ലടാ, പോട്ടെ. അത്രേ ഉള്ളു.